Hi dears, DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ മുഖവും ശരീരവും ഒക്കെ ഒരുപോലെ നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് 1-2 മാസം വരെ റൂം ടെമ്പറേച്ചറിൽ തന്നെ കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അതേപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു ബാത്തിങ് പൗഡറാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു ബാത്തിങ് പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബീട്രൂട്ടാണ്. ഞാനിവിടെ വലിയൊരു ബീട്രൂട്ടാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾ മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഏകദേശം 1 മാസത്തോളം ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാത്തിങ് പൗഡർ നിങ്ങൾക്ക് സോപ്പിന് പകരം കുളിക്കുമ്പോൾ ഉപയോഗിക്കാം, അതല്ലാതെ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ബീട്രൂട്ട് നല്ലപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്താണ് നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് കിട്ടാനായിട്ട് എളുപ്പമുണ്ടാവുക. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി ഞാനിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുക്കണം. നിങ്ങളിപ്പോൾ മിക്സിയിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. നമുക്കതിൻ്റെ എക്സാക്റ്റ് ബീട്രൂട്ട് ജ്യൂസ് തന്നെ കിട്ടണം. ഒട്ടും വെള്ളം നിങ്ങൾ ചേർക്കാനായിട്ട് പാടില്ല. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പിന്നെ നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജ്യൂസ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പോളം ജ്യൂസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇനി അടുത്തതായിട്ട് ഇതേപോലെ കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ ചൂടാക്കാനായിട്ട് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് 1/4 ഭാഗം വറ്റുന്നത് വരെ അത് ചെറുതീയിലിട്ട് ചൂടാക്കി എടുക്കുക. നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിൽ എന്തെങ്കിലും ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചൂടാക്കുന്നത്. ഇതേപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ഇത് വറ്റി വരാനായിട്ട്. ഈ ബീട്രൂട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ വെറൈറ്റി അരിപ്പൊടി എടുക്കുക കേട്ടോ. നമ്മൾ പുട്ടിൻ്റെ ആ ഒരു രീതിയിലുള്ള അരിപ്പൊടിയല്ല, വളരെ ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. റോസ്റ്റഡ് അരിപ്പൊടിയോ അല്ലാത്തതോ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാം. തരിതരിപ്പുള്ള അരിപ്പൊടി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിൻ്റെ പോലുള്ള ആ ഒരു അരിപ്പൊടി നിങ്ങൾ എടുക്കരുത്. ഏകദേശം ഒരു 1/4 കപ്പോളം അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് 3/4 കപ്പ് ഉണ്ടെങ്കിലും അത് വറ്റിയിട്ട് അത് 1/4 ഭാഗം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അളവ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു അളവ് തന്നെ നിങ്ങൾ എടുക്കുക. പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസും അരിപ്പൊടിയും കൂടി മിക്സായിട്ട് നല്ല പിങ്ക് കളറ് വരണം. നന്നായിട്ട് തന്നെ അത് യോജിച്ച് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അരിപ്പൊടിയും കൂടി നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുക കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമ്മളത് യോജിപ്പിച്ചെടുക്കണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ നമുക്ക് ചൂടാറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ടും അത് നമുക്ക് യോജിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല പിങ്ക് കളറ് വരണം. അതുപോലെ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി കൂടരുത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അരിപ്പൊടി അത് കൂടുകയും ചെയ്യും, ബീട്രൂട്ട് ജ്യൂസ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ടും രണ്ടായിട്ട് കിടക്കും. ഒരു പിങ്ക് കളറ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അളവ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക.
ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കി എടുത്തിട്ട് നല്ല പിങ്ക് കളർ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര അളവിൽ എടുത്തിട്ട് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമുക്ക് ശരീരത്തിൽ ഫുള്ള് തേച്ച് ഇത് ഉപയോഗിച്ചിട്ട് കുളിക്കാം. നമ്മൾ സോപ്പിന് പകരമായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുളിക്കാം. നമ്മൾ ചെറുപയർ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് കുളിക്കില്ലേ, അതുപോലെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഡ്രൈ സ്പൂൺ തന്നെ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് ഓരോ പ്രാവശ്യം എടുക്കുക കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുകൊണ്ട് ഡ്രൈ സ്പൂൺ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക ഇതെടുക്കാനായിട്ട്. ഇനി ഇത് ഫേസ് പാക്ക് ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേക്ക് പാലോ തൈരോ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് തേക്കാം. ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാലിനും തൈരിനും പകരമായിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്താൽ മതി. ബാത്തിങ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാത്തിങ് പൗഡർ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തന്നെ നിറം വയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബാത്തിങ് പൗഡറാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. യൂസ് ചെയ്താലും നല്ല കിടിലൻ റിസൾട്ട് തന്നെയാണ് കിട്ടുക. നമ്മുടെ സ്കിൻ കളറൊക്കെ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ആവും. കളർ ഷെയ്ഡൊക്കെ കൂടി വരും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്